മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ഒരുപാട് നാളത്തെ കാത്തിരിപ്പുകൾക്ക് ഇപ്പം സമയമായിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞുവെങ്കിലും ഇതുവരെ അവരുടെ ജീവിതം തുടക്കം കുറിച്ചിട്ടില്ലായിരുന്നു. അതിന് പുതിയൊരാരംഭം എന്നോണം മൂന്നാറിലേക്ക് ട്രിപ്പ് പോകുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും. കൂടെ ഉറ്റ സുഹൃത്തുക്കളായ അനന്തുവും ലേഖയുണ്ട്. അപ്പം മാർക്കോയുടെ ശല്യം കാരണം മാർക്കോ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വെച്ചേക്കില്ല എന്ന് മനസ്സിലാക്കിയ മേഘനാഥനാണെങ്കിൽ രക്ഷപ്പെടാനായിട്ട് അയാളും പോകുന്നത് മൂന്നാറിലേക്ക് തന്നെയാണ്. ഇതൊന്നും അറിയാതെയാണ് കണ്ണനും മഹാലക്ഷ്മിയും സന്തോഷകരമായി അവിടെ ജീവിതം ആരംഭിക്കാൻ പോകുന്നത്. കാരണം കണ്ണന് നടക്കാൻ തുടങ്ങിയെങ്കിലും സ്വന്തം നാട്ടിൽ നടക്കുന്നതിനും സ്വന്തം നാട്ടിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിനും ഒക്കെ ഒരു പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആരും പെട്ടെന്ന് വന്ന് ചേരാത്ത ഒരുപാട് അകലെയുള്ള ആ സ്ഥലത്താകുമ്പോൾ നടക്കുന്നതിനും ഡ്രൈവ് ചെയ്യുന്നതിനൊന്നും മറ്റൊരാളെ പേടിക്കേണ്ട എന്നുള്ള രൂപത്തിൽ കണ്ണനും മഹാലക്ഷ്മിയും സന്തോഷത്തോടെ റെഡിയായി പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന അധിക സമയത്താണ് നമ്മുടെ മേഘനാഥൻ അവിടെ ആ ഹോട്ടലിലേക്ക് തന്നെ റൂം എടുക്കാൻ വന്നിരിക്കുന്നത്. കണ്ണനും മഹാലക്ഷ്മി റൂമിൽ പോയി ഫ്രഷ് ആകുന്ന ആ സമയത്താണ് മേഘനാഥനും അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. മേഘനാഥൻ റിസപ്ഷനിൽ റൂമൊക്കെ എടുത്തതിന് ശേഷം റൂമിലേക്ക് വരുമ്പോൾ ആ വെയിറ്ററിനോട് പറയുന്നുണ്ട്, എന്തായാലും ഞാനിവിടെ റൂം എടുത്തിട്ടുണ്ടെന്നും എൻ്റെ പേര് മേഘനാഥനാണെന്ന് ആര് ചോദിച്ചാലും പറയാൻ പാടില്ല. എന്നിട്ട് കുറച്ച് ടിപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം അയാൾക്ക് സന്തോഷമാകുന്നെങ്കിലും അയാൾക്കും ചെറിയ സംശയമൊക്കെ തോന്നുന്നു. എന്തുകൊണ്ടാണ് ഒളിച്ചു നിൽക്കുന്നത് പോലെയുള്ള ഒരു രൂപവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ടാണ് ചില സംശയങ്ങളൊക്കെ തോന്നുന്നത്. അപ്പോൾ അനന്തവും ലേഖയും നമ്മുടെ കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം ഞങ്ങൾ നിങ്ങൾക്കായി വിട്ടു തന്നിരിക്കുകയാണ്. എവിടെ വേണമെങ്കിലും പോകാം, എത്ര നേരം വേണമെങ്കിലും എവിടെയും പോയിരിക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കണ്ണനും മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അങ്ങനെ ഫ്രഷായിട്ട് അവർ രണ്ടാളും പുറത്തേക്ക് പോകുന്നുണ്ട്. അനന്തവും ലേഖയും അവർക്കിടയിൽ കട്ടുറുമ്പാകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ കൂടെ പോകുന്നില്ല. എന്തായാലും നമ്മുടെ അനന്തവും ലേഖയായിരിക്കും മിക്കവാറും ഹോട്ടലിൽ രഹസ്യമായിട്ട് താമസിക്കുന്ന മേഘനാഥനെ കണ്ടെത്തുന്നത്. അതോടെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ മാർക്കോയെ മൂന്നാറിലേക്ക് വിളിച്ചു വരുത്തും. ഒളിച്ച് താമസിച്ച് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുമായിരിക്കും മേഘൻ എന്നായിരിക്കും എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത്. ആ തെറ്റിദ്ധാരണയും കൂടാതെ മേഘൻ്റെ ആ ഒരു ദുഷിച്ച മനസ്സിനും തക്ക ശിക്ഷ നമ്മുടെ മാർക്കോയും ലോപ്പസും എല്ലാവരും കൂടി ചേർന്ന് കൊടുക്കുന്ന ആ ഒരു നിമിഷം മിക്കവാറും വല്ല ആക്സിഡൻറ്റിലും പെട്ട് മേഘൻ്റെ കാലോ കയ്യോ ഒടിയാൻ ചാൻസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റിൽ പെട്ട് കോമയിലായിട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. കാരണം മാർക്കോ വലിയ ആൾ ഇത്രയും നാൾ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങൾക്കുമുള്ള തക്ക ശിക്ഷ മാർക്കോ മേഘന് കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുക തന്നെയാണ്. പല തവണയായിട്ട് മേഘൻ്റെ ക്രൂരതകൾ അതിരുവിട്ട ആ സമയത്തും വാണിംഗ് കൊടുത്തുവെങ്കിലും മേഘൻ നന്നാവുന്ന ഒരു ലക്ഷണവും ഇല്ല. അതുകൊണ്ട് തന്നെ കണ്ണനും മഹാലക്ഷ്മിയുടെയും ജീവിതത്തിൽ ഒരു വിലങ്ങതടിയായിട്ട് നിൽക്കുന്ന മേഘനാഥനെ ഇനി ഭൂമിയിൽ ഒരു ഭാരമായിട്ട് വെക്കണോ എന്നുള്ള കാര്യത്തിൽ പോലും നമ്മുടെ മാർക്കോ ഒരു തീരുമാനമെടുത്തേക്കാം. എന്തായാലും സന്തോഷകരമായിട്ടുള്ള ഈ ജീവിതത്തിൽ നമ്മുടെ കരുണയുടെ ജീവിതം ദുഃഖകരമായി മാറുക എന്ന് തന്നെ പറയാം. ഇത്രയും നാൾ കണ്ണനെയും മഹാലക്ഷ്മിയും കാണിക്കാനും അവരെ വാശി പിടിപ്പിക്കാനും ചൊടിപ്പിക്കാനും വേണ്ടിയിട്ടാണ് തങ്ങളൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചേ എങ്കിൽ ഒരിക്കലും അമ്മയാകാൻ പറ്റില്ലെന്ന സത്യം അറിയുന്ന സമയത്ത് കരുണയുടെ മനസ്സിലെ അമ്മ മനസ്സ് ഉണരാൻ തന്നെയാണ് സാധ്യത. തൻ്റെ ജീവിതം ഇങ്ങനെയായതിന് കാരണക്കാരി താനാണെന്ന് ഒരു ഘട്ടമെത്തുമ്പോഴെങ്കിലും അവൾക്ക് മനസ്സിലാകുമായിരിക്കും. മൂന്നാറിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുന്ന മഹാലക്ഷ്മി ആ സന്തോഷ വാർത്ത അറിയിക്കുമ്പം ആദ്യം നമ്മുടെ മഹാലക്ഷ്മിയെ ഉണ്ണിയും ദുർഗയും കരുണയും എല്ലാവരും കൂടി ചേർന്ന് കുറ്റപ്പെടുത്തുമെങ്കിലും മഹാലക്ഷ്മി അമ്മയായിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദി ഞാനാണെന്ന് നമ്മുടെ കണ്ണൻ വിളിച്ചു പറയുന്ന ആ നിമിഷത്തോടെ തെറ്റിദ്ധാരണയൊക്കെ മാറും. അപ്പോൾ മഹാലക്ഷ്മിക്ക് എന്തൊക്കെയാണ് വിവാഹ ജീവിതത്തിലൂടെ നഷ്ടമാകുമെന്ന് അവരാഗ്രഹിച്ച്, അതായത് ദാമ്പത്യ ജീവിതം ഉണ്ടാകില്ല, കണ്ണൻ്റെ സകല സ്വത്തുക്കളും തങ്ങൾക്ക് വന്നു ചേരും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഒടുക്കം ദാമ്പത്യ ജീവിതം നഷ്ടമായത് കരുണയ്ക്ക് തന്നെയാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ പ്രതാപനും മുത്തശ്ശിക്കും കരുണയ്ക്കും വൈകിയാണെങ്കിലും വരുമ്പോൾ നമ്മുടെ ഉണ്ണി പോലും ഇനി കരുണയെ തള്ളി പറയുമെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും ഒരു അമ്മയാകാൻ പറ്റാത്ത കരുണ ഇനി തൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട. എപ്പോഴും കുറ്റപ്പെടുത്തലുകളും പരാതികളും പരിഭവവും മാത്രമേ കരുണയ്ക്കുള്ളൂ. ഒരിക്കൽ പോലും സ്നേഹത്തോടെ ഉണ്ണിയോടൊന്ന് സംസാരിക്കുകയോ ഒരു ഭാര്യയുടെ കടമകൾ നിർവഹിക്കുകയോ ചെയ്തിട്ടില്ല. അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ ഉണ്ണിയുടെ സ്വഭാവം പോലും കരുണയോട് ഇനി മാറുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.
ഒരു കുറ്റവും കുറവും ഇല്ലാത്ത ഉണ്ണി മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ആ നിമിഷം നമ്മുടെ കരുണയുടെ എല്ലാ പിടിവള്ളിയും അവസാനിച്ച് ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ഇത്രയും നാൾ മഹാലക്ഷ്മിയുടെ കണ്ണീര് കാണാൻ ആഗ്രഹിച്ച കരുണയ്ക്ക് കിട്ടാവുന്നതിലും ഏറ്റവും വലിയ ശിക്ഷയാണിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സത്യങ്ങളൊക്കെ അറിയുന്ന മഹാലക്ഷ്മിയും കണ്ണനും ഉറപ്പായിട്ടും അവർക്ക് ജനിക്കുന്ന കുഞ്ഞിനെ താലോലിക്കാനും വളർത്താനുമുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ണിക്കും കരുണയ്ക്കും വിട്ടുകൊടുക്കും. ദുർഗയ്ക്കാണെങ്കിൽ ഒരു ചെറിയ പശ്ചാത്താപമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മഞ്ജു ഒരമ്മയാകാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞിട്ട് അവളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചായയിലും ജ്യൂസിലുമൊക്കെ വിഷപദാർത്ഥങ്ങൾ കലർത്തി കൊടുത്തതാണ്. ഇപ്പോൾ ഉണ്ണിക്കൊരിക്കലും ഒരു അച്ഛനും അമ്മയാകാൻ പറ്റില്ല എന്ന് മനസ്സിലാകുമ്പോൾ മഞ്ജുവിനെങ്കിലും ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുന്ന ആ ഒരു നിമിഷത്തിലാണ് താൻ ചെയ്ത തെറ്റ് എത്രമാത്രം വലുതായിരുന്നെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. കാത്തിരിക്കാം.